നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജുനായുള്ള തെരച്ചിൽ 5ാം ദിനവും തുടരുന്നു. ആശങ്കയായി പ്രദേശത്ത് വീണ്ടും മഴ, ഒപ്പം മണ്ണിടിച്ചിലും. പ്രാർത്ഥനയോടെ നാട്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 2 കുട്ടികളെ രക്ഷപ്പെടുത്തി. അപകടം കഴിഞ്ഞ ദിവസം 3 പേർ കുടുങ്ങിയ അതേ തടയിണയ്ക്ക് താഴെ. പുഴയിൽ ഏണിയിറക്കി രക്ഷാപ്രവർത്തനം. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച കോഴിക്കോട് മേമുണ്ടയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതം. രോഗം ബാധിച്ചത് സ്കൂൾ കുട്ടികൾക്ക്. ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കം. ഇതുവരെ ബുക്ക് ചെയ്തത് 400ഓളം വള്ളസദ്യകൾ. ഇത്തവണയും വിദേശത്തു നിന്നും നിരവധി ബുക്കിംഗ്. വിശദമായ വാർത്തകളിലേക്ക്. വീണ്ടും മഴ വന്നതോടെ അർജുനായുള്ള തിരച്ചിൽ മന്ദഗതിയിലായി. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇതോടെ തടസ്സപ്പെട്ടു. കുമാരസ്വാമി സ്ഥലം സന്ദർശിച്ചു. വിവരങ്ങളുമായി അങ്കോളയിൽ നിന്ന് KV ബൈജു ചേരുകയാണ്. ബൈജു, ഏറെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ദുശ്ശകുനം എന്ന രീതിയിൽ തന്നെ മഴ പെയ്തിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുബി, നമ്മൾ ഉച്ചവരെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രദേശത്ത് മഴ പെയ്തു തുടങ്ങി. ഏതായാലും ഈ തിരച്ചിൽ രക്ഷാപ്രവർത്തനമൊക്കെ മന്ദഗതിയിലായിരിക്കുന്നു. 2-3 JCB മാത്രം ഉപയോഗിച്ച് ഇന്നലത്തെ സമാനമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ലോറി ഉടമ കൂടിയായ നിസാമിന്റെ എതിരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അവർ സ്വന്തം നിലയിൽ, അതായത് രഞ്ജിത്ത്, നമുക്കറിയാം ഉത്തരാഖണ്ഡിലൊക്കെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി പോയ രഞ്ജിത്തിനെയും കൊണ്ട് ഈ സ്വന്തം നിലയിൽ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്ത് അത്ര നടപടി ഉണ്ടായി. അത് പിന്നീട് പോലീസ് വാക്കുതർക്കം ഉണ്ടായി. പിന്നീട് ഈ മനാഫിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. എന്നാൽ അവരെ തിരിച്ച് താഴത്തേക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നടപടി ഉണ്ടാകുന്നു. മാധ്യമങ്ങളെ ആ ഭാഗത്തേക്ക് കയറ്റാത്ത ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാര്യമായ അവിടെ നിന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതായത് കാര്യമായ പുരോഗതി ഈ തിരച്ചിലിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് കുമാരസ്വാമി വന്നത്. ഈ കുമാരസ്വാമി വന്നപ്പോഴും നേരിയ മണ്ണിടിച്ചിലുണ്ടായി. അതോടുകൂടി തന്നെ ആ പ്രദേശത്ത് ഇത്തരത്തിൽ തിരച്ചിലിൽ ഏർപ്പെട്ട ഭൂരിഭാഗം പേരും അവിടെ നിന്നും തിരിച്ച് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് താഴെ 2 കിലോമീറ്റർ താഴെയുള്ള ഈ സ്ഥലത്തേക്ക് എത്തി. ഏതായാലും വലിയ പ്രതീക്ഷയായിരുന്നു. നമുക്ക് രാവിലെ 11:30-12 മണിയോടുകൂടി എല്ലാം ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോയ സമയത്ത് തന്നെ വലിയ ആ രീതിയിലുള്ള ഊർജിതമായ തെരച്ചിൽ ആയിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നിരാശയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ആശങ്ക അപ്പം ഉയരുന്നുണ്ട്. 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രഞ്ജിത്തിനെ കാണാതായിട്ട്, രഞ്ജിത്തിന്റെ ലോറിയുമായി രഞ്ജിത്തിനെ കാണാതായിട്ട് 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ മഴ കൂടി വന്നതോടുകൂടി ഇന്ന് വൈകിട്ടോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ജീവനോടെ രഞ്ജിത്ത് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, ലോറി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം. പക്ഷെ അതിനൊന്നും അത്ര വേഗത ഇല്ലാത്ത തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും രഞ്ജിത്ത് ജീവനോടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഇവരുടെ പ്രവർത്തനം മന്ദഗതിയിലായപ്പോഴാണ് പുറത്തുനിന്നും ഇത്തരത്തിൽ സ്വന്തം ചെലവിൽ ഈ രഞ്ജിത്തിനെ ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ സാഹചര്യമുണ്ടായിരുന്നത്. അത് ഇവിടെ സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് രാവിലെ നമ്മൾ കണ്ടതാണ്, കേരളത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം വളരെ ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഈ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ കുടുംബം ഈ ബുധനാഴ്ച മുതൽ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് രഞ്ജിത്തിനായി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മളിൽ പ്രേക്ഷകർക്കൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇത്തരത്തിൽ പ്രതികരണവുമായി ഇവർ നേരത്തെയും നമ്മളൊപ്പം ചേർന്നതാണ്, പല ദിവസങ്ങളിലായി ചേർന്നതാണ്. അവിടുത്തെ ഓരോ വിവരങ്ങളും ഇവരാണ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. കാരണം മുകളിൽ ഇവർ പലപ്പോഴും ഈ പ്രദേശത്ത് തന്നെയായിരുന്നു, മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചത് ഇവർ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവർ ഇവിടെ കാത്തിരിക്കുന്നത് രഞ്ജിത്ത്
ഇത്തരത്തിൽ ഇത്തരത്തിൽ രഞ്ജിത്തിനെയും കൊണ്ട് പോയ സമയത്താണ് ഇവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അതിന്റെ ദൃശ്യം ഇവർ തന്നെയാണ് ചിത്രീകരിച്ചത്. എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കുടുംബം കാത്തിരിക്കുമ്പോഴും ഈ തിരച്ചിലിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക നിലവിൽ ഉയർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാണാം. മഴ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടായി കഴിഞ്ഞാൽ അത് മഴയുടെ ശക്തിയും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ തിരച്ചിൽ ഇന്ന് വൈകിട്ടോട് നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. സുബി, ബൈജു, നമ്മൾ കണ്ടതാണ് ഈ പ്രളയകാലത്തൊക്കെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതുപോലെ അതിന് സമാനമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ സാധ്യമാകുന്നില്ല എന്ന് അവിടെ സന്ദർശിച്ച സമയത്തെങ്കിലും ബൈജുവിന് പറയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര സാമഗ്രികളൊന്നും അവിടെ ഇല്ല. 3-4 JCB ഉപയോഗിച്ച് മണ്ണ് ഇളക്കി മാറ്റുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ രാവിലെ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടത് നിരവധി ഉദ്യോഗസ്ഥരായിരുന്നു, കൂടുതലായും ഉദ്യോഗസ്ഥരായിരുന്നു, എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ. ഒപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്ത് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നതായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ പകർന്നതും ഈ റഡാറുമായുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു സിഗ്നൽ ലോറിയുടെ സംശയിക്കുന്ന ഒരു സിഗ്നൽ ലഭിച്ചതാണ്. ആ സ്ഥലം കൃത്യമായി മണ്ണെടുത്താൽ ആ ലോറി അതിന്റെ അകത്തുണ്ടാകുമെന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും പറയുന്നത്. അവരും പറയുന്നത് ഇതാണ്, മന്ദഗതിയിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഈ രീതിയിൽ തെരച്ചിൽ നടത്തിയാൽ ഇത് എങ്ങും എത്താത്ത ഒരു അവസ്ഥ വരും. അത് വലിയ ആശങ്ക നാളത്തേക്ക് ഉണ്ടാകും. എന്തായാലും ഇവർ കുടുംബത്തിൽ നിരവധി കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരും സുഹൃത്തുക്കളും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. അർജുനെ ഏത് രീതിയിലും അർജുൻ പുറത്ത് വരും, അവിടെ നിന്നും രക്ഷപ്പെട്ടു വരും എന്ന പ്രതീക്ഷയിലാണ് അവർ ഇവിടെ എത്തിയത്. ഒപ്പം മാധ്യമങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും കന്നഡ ചാനൽ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വളരെ മന്ദഗതിയിൽ 1-2 JCB മാത്രമാണ്. അവർ ഇപ്പോൾ മനാഫ് അല്പസമയത്തിന് അവിടെ നിന്നും താഴേക്ക് വന്നത്. മനാഫ് തന്നെ അവിടെ കണ്ട കാഴ്ച 1-2 JCB ഉപയോഗിച്ച് അത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു ഇടപെടൽ മാത്രമാണ്. ഏതായാലും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഇനിയും വേണ്ടിവരുമെന്ന ഒരു സംശയം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി തലത്തിൽ തന്നെ അത് വേണ്ടിവരുമെന്ന ഒരു സംശയമാണ് ഇവർ കുടുംബം പ്രകടിപ്പിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായ പോലെ ഉള്ള ഒരു തിരച്ചിലിൽ ഒരു വേഗത ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ കനത്ത മഴ കൂടി പെയ്താൽ ഇവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇനി വീണ്ടും സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ, വേണ്ടിവരുമോ എന്ന സംശയവും കൂടി ഇപ്പോൾ ഇവർ ഉയർത്തുന്നുണ്ട്. സുബി, ബൈജു, അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വലിയൊരു ദുരന്തമാണ്. അവിടെ വെറും 2 JCBകൾ കൊണ്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംസ്ഥാന സർക്കാരിന്റെ, അതായത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ JCB എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല? ഒപ്പം നേവിയൊക്കെ വലിയ തോതിൽ പ്രളയ സമയത്ത് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, NDRF പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കിത് അറിയാവുന്നതുമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു അലംഭാവം ഉണ്ടാകുന്നത്? സാധാരണക്കാരനായതുകൊണ്ടാണോ ഇത്രയും വലിയൊരു അലംഭാവം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ബൈജു? സോബി, ഇവർ നേരത്തെ തന്നെ കുടുംബം ആവശ്യപ്പെടുന്നത് സൈന്യത്തെ ഇറക്കണം തിരച്ചിലിനായി എന്നാണ്. ആ ഒരു ആവശ്യം തന്നെയാണ് അവർ നേരത്തെ ഉന്നയിക്കുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ സൈന്യം ഇറങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇത്തരത്തിൽ മണ്ണ് നീക്കി ഏതെങ്കിലും തരത്തിൽ ഈ ലോറി കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇവരുടെ പ്രവർത്തികൾ നമുക്ക് കണ്ടാൽ തന്നെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വലിയ കൂറ്റൻ പാറകളൊപ്പം ചെളി, മണ്ണ്, അത്തരത്തിലുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഭീകര അവസ്ഥയാണ് ആ സ്ഥലത്തുള്ളത്. കാരണം കിലോമീറ്ററോളം ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ സൈന്യത്തെ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇറക്കണമെന്ന ഒരു ആവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. ഇപ്പോൾ വളരെ മന്ദഗതിയിലായി തിരച്ചിൽ എന്ന് വേണം പറയാൻ. ഏതായാലും 6 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും നിരാശ തന്നെയാണ്. ഇന്നും ഏതെങ്കിലും തരത്തിൽ ലോറിയോ അല്ലെങ്കിൽ അർജുനെയോ കണ്ടെത്താനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നിന്നും തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരും ഇവരുടെ ബന്ധുക്കളും മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പോഴും ഈ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടാണുള്ളത്. ആ വാഹനങ്ങളൊന്നും ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. ഇവരുടെ സ്വന്തം നിലയിൽ ഇത്തരത്തിൽ കൊണ്ടുവന്ന ഈ മേഖലകളിൽ, അതായത് ഉത്തരാഖണ്ഡിലൊക്കെ ഈ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വരെ പോയ ഒരാളെ പോലും ഇവിടെ കയറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഏതായാലും ഈ കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അവർ ആവശ്യം ഉന്നയിച്ചത്. നമ്മളോട് തന്നെ അല്പസമയം മുമ്പ് ഈ കാര്യം അവർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സുബി,
അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ മന്ദഗതിയിലായി. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മാറിപ്പോയിരിക്കുന്നു. ഇനിയും ഇത് മന്ദഗതിയിലാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അങ്കോളയിൽ നിന്ന് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 3 കുട്ടികളെ രക്ഷപ്പെടുത്തി. ചിറ്റൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി കുട്ടികളെ കരക്കെത്തിച്ചു. കഴിഞ്ഞ ദിവസം 4 കുടുംബം അപകടത്തിൽപ്പെട്ട സ്ഥലത്താണ് ഇന്ന് കുട്ടികളെത്തിയത്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കാണാതായ കുടുങ്ങിയ 3 കുട്ടികളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഫയർഫോഴ്സ് 3-4 ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. കയർ കെട്ടിയൊക്കെ വലിച്ചാണ് അവർ രക്ഷപ്പെടുത്തുന്നത് കണ്ടത്. ഇന്നും അതേ സ്ഥലത്ത് തന്നെ 3 കുട്ടികൾ കുടുങ്ങി. എന്താണ് അവർ അവിടെ കുടുങ്ങാനുണ്ടായ സാഹചര്യം? രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? നമുക്കിപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ 3 കുട്ടികൾ അവിടെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ നരണി ആലങ്കോട് കോസ്വേക്ക് സമീപമുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് പന്ത് വെള്ളത്തിലേക്ക് പോയി. ഈ പന്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇറങ്ങിയത് എന്നാണ് കുട്ടികൾ ഇപ്പോൾ ആളുകൾ അധികൃതരോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടികൾ ഇനി കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ചാണെങ്കിൽ കുട്ടികൾ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പിന്നീട് കുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ കുട്ടികൾ പറയുന്നത് ഇത് പന്ത് ഇവിടെ നിന്ന് നഷ്ടപ്പെടുകയും അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് വെള്ളത്തിലേക്ക്, അതായത് ചിറ്റൂർ പുഴയിലേക്ക് ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 3 കുട്ടികളെ രക്ഷപ്പെടുത്തി. ചിറ്റൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് കുട്ടികളെ കരക്കെത്തിച്ചത്. കഴിഞ്ഞ ദിവസം 4 കുടുംബം അപകടത്തിൽപ്പെട്ട സ്ഥലത്താണ് ഇന്ന് കുട്ടികൾ എത്തിയത്. നിപ വൈറസ് ബാധയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ജാഗ്രതയിൽ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. കൊച്ചിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭ്യമാകും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മലപ്പുറത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. കുട്ടിയുടെ സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കും. നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് നിപ്പയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. സാമ്പിൾ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി സാമ്പിൾ റിസൾട്ട് വരുന്നതോടുകൂടിയേ നമുക്ക് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിന് പ്രിക്കോഷൻസ് നടപടികൾ, കോൺടാക്ട് ട്രേസിംഗും മറ്റ് നടപടികൾ സ്വീകരിച്ചു വരുന്നു. വൈകുന്നേരം പ്രോപ്പറായിട്ടുള്ളൊരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടാവും. വ്യക്തമായ വിവരങ്ങൾ വൈകുന്നേരത്തോടുകൂടി മീഡിയയെ അറിയിക്കാൻ സാധിക്കും. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻകഫൈറ്റിസ് ആയിട്ട് സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട്. H1N1 ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷയമോ ഒക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. പിന്നെ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പ്രതികരിച്ചു. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. കൊടുവള്ളി സ്വദേശി KC ഷെരീഫിന്റെ മകൾ ഫത്വ ബത്തൂലാണ് മരിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് പനി ബാധിച്ചെങ്കിലും ഭേദമായിരുന്നു. ഇന്നലെ രാത്രി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇലറ്റിൽ GM UP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. കോഴിക്കോട് വടകരയിൽ 23 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ ഉണ്ടായത്. കുട്ടികൾ ഭക്ഷണം കഴിച്ച കടകളിലും സ്കൂളിലെ കിണറിലെ വെള്ളവും പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പ് ശേഖരിച്ചിരുന്നു. സ്കൂൾ കിണറ്റിലെ വെള്ളത്തിന്റെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം കൂടി. പാലക്കാട് 2 പേരും കണ്ണൂരിൽ ഒരാളുമാണ് മരിച്ചത്. അട്ടപ്പാടിയിൽ നിന്ന് 4 ദിവസം മുൻപ് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. പോലീസുകാരനായ മുരുകൻ, സുഹൃത്ത് കൃഷ്ണൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വരകാർ പുഴ മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇരുവർ ഒഴുക്കിൽപ്പെട്ടത്. കണ്ണൂർ മാതമംഗലം പെരുവാമ്പ പുഴയിൽ കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. പെരുവാമ്പയിലെ കോടൂർ മാധവിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. എവിടെയും റെഡ് ഓറഞ്ച് അലർട്ടുകൾ ഇല്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കക്കയത്താണ്. 984 മില്ലിമീറ്റർ മഴയാണ് കക്കയത്ത് ലഭിച്ചത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 2 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ മുതൽ തുടക്കമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയുമാണ് വള്ളസദ്യ നടത്തുന്നത്. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ. അഭീഷ്ടകാര്യസിദ്ധിക്കാണ് പ്രധാനമായും ഭക്തർ ആറന്മുള പാർത്ഥസാരഥിക്ക് വഴിപാടായി വള്ളസദ്യ സമർപ്പിക്കുന്നത്. 44 വിഭവങ്ങൾക്ക് പുറമെ ഭക്തർ പാട്ടുപാടി ചോദിക്കുന്ന 25 വിഭവങ്ങൾ കൂടി വഴിപാടുകാരൻ വിളമ്പി നൽകും. ദിവസവും 15 വള്ളസദ്യകളാണ് നടക്കുക. ക്ഷേത്രത്തിനകത്തും പുറത്തുമായാണ് വള്ളസദ്യ നടക്കുന്നത്. നാളെ മുതൽ ആരംഭിക്കുന്ന വള്ളസദ്യയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞു. ദിവസേന 15 വള്ളസദ്യകൾ വരെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും പള്ളിയോട സേവാ സംഘവും സംയുക്തമായി ചേർന്നാണ് ഈ വള്ളസദ്യകൾ സംഘടിപ്പിക്കുന്നത്. ഇതിനായി പ്രത്യേകമായ ഒരു കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട്. 400ഓളം വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തും നിന്നുള്ള നിരവധി ഭക്തരാണ് വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘം ഭാരവാഹികളും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് വള്ളസദ്യ നടത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. സംഗീത ലോകത്ത് തിളങ്ങാൻ തൃത്താല വോം ബീറ്റ്സ് ആർമിയും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വനിതാ മ്യൂസിക് ബാൻഡിന് തുടക്കമായത്. സിനിമാ താരം നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തന്നെ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മ്യൂസിക് ബാൻഡിന് രൂപം നൽകുന്നത്. സംഗീത സാംസ്കാരിക ലോകത്ത് അർഹരായ വനിതകൾക്ക് ഇടമൊരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വോം ബീറ്റ്സ് ആർമി എന്ന പേരിൽ വനിതാ മ്യൂസിക് ബാൻഡ് ആരംഭിച്ചത്. 5 ലക്ഷം രൂപയാണ് ചെലവ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മ്യൂസിക് ബാൻഡിന് രൂപം നൽകുന്നത്. ഗായികയും ദേശീയ അവാർഡ് ജേതാവുമായ നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സംരംഭക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. 10 വനിതകൾ ഉൾപ്പെടുന്നതാണ് വോം ബീറ്റ്സ് ആർമി. ലോഗോ പ്രകാശനം വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി നിർവഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, ബ്ലോക്ക് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 തൃത്താല. സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിയുടെ പിടിയിൽ അകപ്പെടുന്ന കാലത്ത് ബോധവൽക്കരണവുമായി ഹ്രസ്വചിത്രമായി ഒരു UP സ്കൂൾ. പാനൂർ UP സ്കൂൾ പുറത്തിറക്കിയ ജാഗ്രത എന്ന ഹ്രസ്വചിത്രം ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് കണ്ണൂർ പാനൂർ UP സ്കൂൾ ഹ്രസ്വചിത്രം എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയത്. പിന്നീടത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ. നിരവധി ഹ്രസ്വചിത്രങ്ങൾ പുറത്തിറക്കിയ അനിൽ പാനൂരിന്റെ സംവിധാനത്തിൽ ചിത്രീകരണം ആരംഭിച്ചു. പ്രധാന അധ്യാപികയും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിൽ അഭിനേതാക്കളായി. ഫസ്റ്റ് റേറ്റിന്റെ ബണ്ടിലുണ്ടോ? ഇതുപോലെ പല കുട്ടികളും
ഓരോ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന കുട്ടിയും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. നമ്മൾ ജാഗ്രത എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം ഇന്ന് വല്ലാത്തൊരു ലഹരിയുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തീർച്ചയായും ചെറിയ കുട്ടികൾ, അതായത് സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളാണ് ഈ ഒരു കാര്യത്തിൽ അറിയാതെ അകപ്പെട്ടു പോയിരിക്കുന്നത്. അവരെ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടൊരു ബോധവൽക്കരണം ഏതെങ്കിലും വിധത്തിൽ നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും ഐഫോണിലാണ് ചിത്രീകരണവും എഡിറ്റിംഗും നടത്തിയിരിക്കുന്നത്. NTK മോഹനൻ സംവിധാന സഹായവും ചിത്രകാരനും അധ്യാപകനുമായ പവി കോയോട് കലാസംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തീമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ വിപത്തിനെതിരെ ചെറിയൊരു മെസ്സേജ് ആണെങ്കിലും ഇതിൻ്റെ തീം എല്ലാവർക്കും വല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കൂടുതലായിട്ടും അഭിനയിച്ചത് പാനൂർ UP സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസുമാണ്. അതാണ് മുഖ്യമായും പറയാനുള്ളത്. ഹ്രസ്വചിത്രം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. എനിക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ഫിലിം എടുത്തതിന് വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ കുറേ കുട്ടികൾ മയക്കുമരുന്ന് ലോബികളുടെ ഇടയിൽപ്പെട്ട് വലിയ വലിയ പരാതികൾ വരുന്നുണ്ട്. അതിൻ്റെ ബോധവൽക്കരണമായി മാത്രമാണ് ഞങ്ങൾ ഈ ഫിലിം എടുത്തത്. ന്യൂസ് 18 പാനൂർ. കൊല്ലം തില്ലേരിയിലെ ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം ചില അതിഥികളെത്തി. അപ്രതീക്ഷിതമായി എത്തിയ കൂട്ടുകാരെ കണ്ട വീട്ടുകാർക്കും കൗതുകമായി. കാണാം അവരെ. തില്ലേരി സ്വദേശി ജോമോന്റെ വീടിന് മുകളിൽ നിന്ന് കാക്കക്കൂട്ടം നിർത്താതെ ബഹളം വെച്ചത് കേട്ടാണ് നോക്കുന്നത്. കണ്ടതോ കൗതുകമുള്ള കാഴ്ച. തവിട്ട് നിറത്തിലുള്ള ശരീരവും നീണ്ട ചാര നിറത്തിലുള്ള കൊക്കുകളും തടിച്ചുരുണ്ട ദേഹവുമായി ഒരു സുന്ദരി പക്ഷി. കൂടെ ചാരനിറത്തിൽ വെള്ളപ്പുള്ളികളുമായി 6 കുഞ്ഞുങ്ങളും. നിറയെ ചെടികളുള്ള ജോമോന്റെ വീട്ടിൽ മുൻപും കുരുവികളടക്കം കൂടുകൂട്ടിയിട്ടുണ്ട്. തെക്കു കിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന ഒരു പക്ഷിയായ ചൂളൻ എരണ്ടയാണിത്. ഇന്ത്യൻ വിസിലിംഗ് ഡക്ക് അല്ലെങ്കിൽ ലെസർ വിസിലിംഗ് ഡക്ക് എന്നും ഇവയെ വിളിക്കും. ഇന്നലെ രാവിലെ എൻ്റെ വീട്ടിൻ്റെ റൂഫിൻ്റെ മുകളിൽ ചെടികൾ പടർത്തിയിട്ടുണ്ട്. ക്യാറ്റ്സ് ക്ലോ ആണ് പടർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സൗണ്ട് കേട്ട എൻ്റെ ആസ്പദമാക്കി ഞാൻ മേളിൽ കയറി നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം ഡക്ക്, അത് ചെറിയ സ്മോൾ സൈസാണ്. എൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് വീടിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളുമായിരിക്കുന്നു. അപ്പോൾ കാക്കയും പരന്തെല്ലാം വന്ന് പരിഭ്രാന്തി പരത്തിയതിന് പ്രതിമായിട്ട് അത് പായന്ന് അതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഏണി എടുത്ത് വെച്ചു, അതിനെ ചെറിയ വല വെച്ച് പിടിക്കുകയും കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയും അത് ഇവിടുത്തെ വീട്ടിലെ പോണ്ടിൽ ഞാൻ എടുത്തിടുകയും ചെയ്തു. ഇന്നലെ ഈവനിങ് ഒരു 6 മണി വരെ അതിൻ്റെ തള്ളപ്പക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് പോയത്. എന്നിട്ട് മോർണിംഗ് വന്നു ജസ്റ്റ് കുറച്ചു നേരം ഇവിടെ നിന്നതിന് ശേഷം അത് പറന്നുപോയി. കാട്ടുതാറാവ് വിഭാഗക്കാരാണ് ചൂളനെരണ്ടകൾ. അധികം എരണ്ടകളും ദേശാടനം ചെയ്തെത്തുന്നവരാണ്. 2-3 വിഭാഗത്തിൽപ്പെടുന്ന എരണ്ടകൾ മാത്രമാണ് രാജ്യത്ത് സ്ഥിര താമസക്കാരായുള്ളത്. അക്കൂട്ടത്തിലൊന്നു കൂടിയാണ് ചൂളനെരണ്ടകൾ. മുൻപ് കുവൈറ്റിലായിരുന്ന ജോമോൻ ഇപ്പോൾ നാട്ടിലും ലാൻഡ്സ്കേപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിറയെ ചെടികൾ വളർത്തുന്നുണ്ട്. അതിമനോഹരമായി വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് തന്നെയാകും ഈ പക്ഷികളെയും ആകർഷിച്ചത്. ഇടയ്ക്ക് തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ജോമോനെയും കുടുംബത്തെയും ഏൽപ്പിച്ചിട്ടെന്ന പോലെ പറന്നുപോകും. കുഞ്ഞുങ്ങളാകട്ടെ ഇൻഡോർ പോണ്ടിൽ നീന്തിക്കളിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 6750 രൂപ, പവന് 54,000. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5630, പവന് 45,040 രൂപ. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അർജുന്റെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അങ്കോളയിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ മന്ദഗതിയിലായിരിക്കുകയാണ്.
KV ബൈജു അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ തിരച്ചിൽ 6 മണിയോടുകൂടി അവസാനിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തെരച്ചിലിന് വേഗം പോരാ എന്നൊരു വിമർശനം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള തെരച്ചിൽ വേണം, തങ്ങൾ പറയുന്ന സ്ഥലത്ത് തെരച്ചിൽ നടത്തണം. അതായത് ഈ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും അറിയുന്നത്. ഒരു പെട്ടെന്നൊരു ഭയം മനസ്സിൽ വരും. ആ അവസ്ഥ കഴിഞ്ഞിട്ട് ഒരു വിളിച്ചു പോവോ ആർക്കും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവും, ആരും അറിയുന്നില്ല. പിന്നെ മനസ്സിലെ വിഷമം കുടുംബത്തിനെ അറിയിക്കാൻ പറ്റാത്തതുണ്ടാവും. ആരെങ്കിലും ഇപ്പം വരുന്ന അബോധാവസ്ഥ വരുന്നവരെ ചിന്തിക്കും. ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഏതെങ്കിലും ഇതിന്റെയൊക്കെ എങ്ങനത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് മെനക്കെടുന്ന ആരെങ്കിലും ഇല്ലാത്തവരുണ്ടോ? എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 2 ദിവസം അശ്രദ്ധ തന്നെ കാണിച്ച്, പിന്നെ കാട്ടിൽ മോൻ ഉണ്ടാകുന്നുള്ള വിചാരത്തിൽ ഞങ്ങളെയും കൂടെ ഒരു എന്നാലും പോലീസിലൊക്കെ അറിയിച്ച് അവരൊക്കെ വേണ്ട തരത്തിൽ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ആ 2 ദിവസം ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ച് ഇട്ടുകൊടുത്തത്. പിന്നെ ഞങ്ങൾ അതിന് അനക്കം വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഇമ്പളെ MP ഇമ്പളെ സംസ്ഥാനത്തെ ഭരണമായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷമാണ് അവിടേക്ക് ഒരു ഇളക്കം വരുന്നത്. ഈ ഇളക്കം ഇപ്പോൾ പറയാന്നല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മോൻ കുടുങ്ങിയെന്ന് പറയുന്ന മൺകൂനയുള്ള സ്ഥലത്ത് എത്രയോ ട്രക്കുകൾ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടെ റോഡിന്റെ മറുസൈഡിൽ ഹോട്ടലിന്റെ അടുത്ത് ഒരു 3 വണ്ടിയും ഒരു ട്രക്കും മറ്റ് ചെറിയ 2 വണ്ടികളും ഭക്ഷണം കഴിക്കുന്ന അവിടെ മാത്രം ശ്രദ്ധ പോയി. ഇപ്പുറത്ത് 15-ലധികം ആളുകളും 5-6 വണ്ടികളും ഉണ്ടെന്ന് ദൃക്സാക്ഷി പറയുന്നത്. അന്നത്തെ നൈറ്റിലെ ഓടി അവിടുത്തെ കന്നഡ വാർത്തയിൽ ഞാൻ കണ്ടാണ്. അതൊക്കെ നമുക്ക് വാർത്ത തന്നെ എടുക്കാൻ പറ്റും ആ ക്ലിപ്പ്. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഒരാളും അതൊന്നും ശ്രദ്ധിച്ചില്ല. ദൃക്സാക്ഷി പറഞ്ഞതുപോലെ അവിടെ ശ്രദ്ധയിൽ പോയില്ല. ഇത്രയും ജീവനുകൾക്ക് യാതൊരു വിലയില്ല. ഇവിടെ പരാതി അവിടെ രാത്രി 10:30 ഞങ്ങൾ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അങ്കോള സ്റ്റേഷനിൽ അറിയിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് വാഹനത്തിന്റെ ഉടമ ഇങ്ങനൊരു പരാതി തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങൾക്കൊന്നും ഒരു മൂവ്മെന്റും വരുന്നില്ല. റോഡ് ക്ലിയർ ആക്കി കൊണ്ടുവന്നു, മറ്റേ ഭാഗവും ക്ലിയർ ആക്കി. റോഡിന്റെ സൈഡിലേക്ക് വണ്ടികൾ നിർത്തിയിട്ട് ആളുകൾ വിശ്രമിക്കുന്ന ഒഴിഞ്ഞ സ്ഥലം അവിടെ മണ്ണ് 10 മീറ്ററിലധികം പൊന്തി കിടക്കുന്നുണ്ടെന്ന് അവിടുത്തെ ഡ്രൈവർമാരാരോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത വീഡിയോ അത് കൊടുത്തിട്ടും ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ അവിടേക്ക് മണ്ണെടുക്കാൻ 3 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയത്. അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട്, ബോഡികൾ കിട്ടുന്നുണ്ട്, ഒന്നും പുറലോകം അറിയുന്നില്ല. ഈ മോന്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറലോകം അറിയണം. എല്ലാവർക്കും നീതി കിട്ടണം. ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് ഭയമുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കുമെന്നും കൂടെ. എന്താ വെച്ചാൽ മോന്റെ വണ്ടീന്റെ 2 ഓണർമാരിൽ ഒരാളെ അവിടുത്തെ SP വേദനയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു ഭയപ്പാടും കൂടെ ഉള്ളതാണ്. ഈ ഒരു ഭീകരാന്തരീക്ഷം കൂടിയാണ്. അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു എന്താ വെച്ചാൽ ഭാഷേന്റെ വിഷയമുണ്ട്. മനസ്സിലെ ഈ കടലിരുമ്പം പോലത്തെ ഈ അവസ്ഥ അതിന്റെ മുന്നിൽ പെട്ടിച്ച് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇവർ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. അതിന്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്തവസ്ഥയിലാന്ന് അറിയാത്തത്. ഇപ്പോൾ ജീവനോടുണ്ടോന്ന് പോലും എല്ലാവരും പറയുന്നുണ്ട് സേഫ് വണ്ടിയാണെന്ന്. പക്ഷെ ഇപ്പം ജീവനുണ്ടോന്ന് പോലും മനസ്സിലാകുന്നില്ല. എനിക്ക് എന്റെ മനസ്സിൽ എന്താ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഒരു ചെയ്യാൻ പറ്റില്ല, ഒരു ചെയ്യണ്ട. ഇമ്പളെ കേരളത്തിലെ ആളുകളെ വിടാനുള്ളൊരു അനുഭവം കൊടുക്കുക, അല്ലെങ്കിൽ പട്ടാളത്തിലെ ഇന്ന് മുതൽക്ക് അവിടെ ഇത് കിട്ടുന്നവരെ മുഴുവനാകുന്നവരെ ഇത് നിർത്തിവെക്കാനും പാടില്ല. അവിടുന്ന് കിട്ടിയ വണ്ടികളെ കുറിച്ചും അവിടുന്ന് കിട്ടിയ ബോഡികളെ കുറിച്ചും പുറലോകത്തിനെ അറിയിക്കാൻ കൂടുള്ള എല്ലാവർക്കും നീതി കിട്ടണം. എത്രയോ വീട്ടുകാർ ഇപ്പോൾ ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കുന്ന അറിയുന്ന പോലുമില്ല. എത്ര ബോഡി കിട്ടി, അവിടുത്തെ എത്ര വണ്ടി കിട്ടി, ഇതെല്ലാം പുറലോകം അറിയണം. നമുക്കൊരൊറ്റ ആവശ്യമുള്ളൂ, ഒന്നുകിൽ പട്ടാളം വരിക, അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സന്നദ്ധരായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ് നൽകാനുള്ള ടീംസ് ഉണ്ട്. അവരൊക്കെ റെഡിയാണ്. അതിനുള്ളൊരു പെർമിഷൻ അവിടുത്തെ സർക്കാരിൽ നിന്നും ലഭിക്കുക. ഇതിലേതെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടണം. എത്രയും പെട്ടെന്ന് അർജുൻ എടുക്കുക. അത് അവനെ കണ്ടു കിട്ടുന്നവരെ ഇനി റെസ്ക്യൂ നിർത്തിവെക്കാൻ പാടില്ല.
ഉണ്ട്. അതിപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാള് ഇപ്പം സ്വന്തം റിസ്കിൽ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളീനെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവര് തടഞ്ഞു വെക്കുന്നത്. ആൾക്ക് എന്ത് ലൈസൻസാ ഉള്ളത് ഇതിനുള്ള. അപ്പം ആ ഒരു ടോക്കിന്റെ ഇടയിലാണ് അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവരുടെ ഒരു ആളെ മർദ്ദിക്കുന്നത്, നമ്മുടെ ഒരു ഉടമേനെ മർദ്ദിക്കുന്നത്. അവർക്കിപ്പം ഭയങ്കര പേടിയുണ്ട്. അവിടെ എന്തൊക്കെയോ അവരുടെ ഡിലേ ഇപ്പം പബ്ലിക് അറിഞ്ഞു പോകുന്നതിന്റെ ഒരു ദേഷ്യം കൂടി അവർക്ക് ഇപ്പോൾ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട്, അവർ സേഫ് ആണെന്നൊന്നും നമുക്ക് അറിയൂല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി, അത്രയേ ഉള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരെയും സപ്പോർട്ടോട് കൂടി നമുക്ക് കിട്ടണം. അതെപ്പോഴോ നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ രീതിയിൽ ഉള്ള കാര്യങ്ങൾ നീക്കി വെച്ചു. നമ്മൾ PM-ന് മെയിൽ അയച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ CM-ന് മെയിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഈ ഒരു ആർമിയുടെ ആവശ്യം പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. പ്രതികരണം ഇപ്പൊ നമ്മുടെ മോഹന മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം CM-ന്റെ മെയിലൊക്കെ അവർ കണ്ടു എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ട്, അതിന്റെ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെയുള്ള ആളുകൾ അപ്പൊ അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഉത്തര കന്നഡയിലുള്ള ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീഷ്യൽസ് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും ഹസ്ബൻഡിന് കയറ്റിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടപെടൽ കാരണം രണ്ടുപേരെ അവിടേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവര് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അവരുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് വന്നത്. കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഈ ഒരു രീതിയിൽ പോയാൽ ഇനിയും ഒരു കാര്യമില്ല. ഇപ്പം എല്ലാ ഇമ്പാക്റ്റും അവിടെ വന്നിട്ടും കൂടിയും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ ആൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം റെസ്ക്യൂ ഒരു ഓപ്പറേറ്റർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ SP പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുനെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അവനെ കണ്ടുപിടിക്കുന്ന വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന്. പക്ഷെ അവരുടെ അടുത്ത് ഇത്രയും സഹായ സഹകരണങ്ങളുള്ളൂ. ആ സഹകരണം വിചാരിച്ച് ഞങ്ങൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് നമുക്കറിയില്ല. അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കട്ടെ, അടുത്ത ഓപ്ഷൻ നോക്കട്ടെ. മിനിസ്റ്റർ പറഞ്ഞത് ഇനി 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. 1 or 2 ദിവസം കൂടെ അയാൾക്ക് ഒരു ഇതുമില്ല, ഒരു ഹ്യൂമൻ വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ്. 1 or 2 ദിവസം കൂടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഓക്കെ അവനെ കിട്ടോ ഇല്ലയോ അത് നമുക്ക് അറിയില്ല. ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമുക്ക് എല്ലാം നഷ്ടപ്പെടും. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരാൾക്കും വരാൻ പാടില്ല. നമ്മളെ ഒരു സിസ്റ്റം ഉണ്ട്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ്, അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇത്രയും മാസീവ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവിടെ. ഇത്ര ദിവസമായി 5 ദിവസമായിട്ടും അതിനൊരു ഇപ്പോഴും അവിടെ ഇനിയും കിട്ടാനുണ്ട്. അത് മിലിറ്ററിന്റെ ആവശ്യമല്ല, അതൊക്കെയാണ് ഇപ്പൊ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയത്. മിലിറ്ററിന്റെ ആവശ്യം ഇവിടെ തോന്നുന്നില്ല എന്ന്. ഈ 5 ദിവസമായിട്ട് അപ്പം എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല? മാൻമിസിംഗ് അന്ന് തന്നെ അവിടെ റിപ്പോർട്ടായതാണ്. അവരിപ്പോ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അവര് അറിഞ്ഞിട്ടില്ല, നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. നമ്മൾ അന്നത്തെ ആ രാത്രി തന്നെ അവനെ കിട്ടാതെ ആയ സമയത്ത് തന്നെ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചു, അർജുൻ അല്ലേ, അർജുന്റെ മിസ്സിംഗ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ഓണേഴ്സ് അവിടെ GPS-ന്റെ എന്തോ കാര്യം പറഞ്ഞിട്ട് അവർ ഒരു മിസ്സിംഗ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫോട്ടോ ചോദിച്ച് രാത്രി ഫോട്ടോയും അയച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. അന്ന് രാത്രി തന്നെ സെയിം ഇൻസിഡന്റ് നടന്ന സെയിം നൈറ്റ് നമ്മൾ ഇതൊക്കെ അവരുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും പോയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം ഹസ്ബൻഡ് അന്ന് രാത്രി തന്നെ ഇവിടുന്ന് പുറപ്പെട്ട ആളുകൾ പിറ്റേ ദിവസം അവിടെ പോയിട്ട് 2 തവണ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ രാത്രിയാണ് അവര് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അത്രയും വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. നമുക്ക് ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. പിന്നെ ഇത്രയും വലിയൊരു ഇതാണ് സംഭവിച്ചത്. അതിന്റെ അടിയിൽ ഇത്രയും ട്രക്ക് ഉണ്ട്, നാഷണൽ ഹൈവേ ആണ്, അതിന്റെ അടിയിൽ അത്രയും വണ്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു സാധാരണക്കാർ പറഞ്ഞിട്ട് വേണം അവിടുത്തെ സിസ്റ്റം അറിയാൻ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അറിയാൻ നമ്മൾ പറഞ്ഞിട്ട് വേണം.
അറിയാൻ? ആ ഒരു രാവിലെ 8:45 അപ്പൊ ആ ഒരു സമയത്ത് അതിൽ എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട്, അവരെയൊന്നും വേണ്ടേ? നമ്മളിങ്ങനെ ഓരോന്ന് നമ്മളെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്. അപ്പോഴേക്കും ഒരു ദിവസം വൈകി, അതായത് നമ്മൾ ഉച്ചയ്ക്കൊന്നും അറിഞ്ഞില്ല, വൈകിട്ടാണ് നമ്മളെ മകൻ ചിലപ്പോൾ അതിൽ അകപ്പെട്ടിട്ടുണ്ടാവാന്നുള്ളൊരു ധാരണ വരുന്നത്. അതിനു മുന്നേ ഓരോരുത്തർ പറഞ്ഞു അവൻ അതിലെ പോയിട്ടുണ്ട്, കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, വേറെ റൂട്ടിന് കയറിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ രാത്രി വരെ ഇരുന്നത്. രാത്രി ആയപ്പം പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് ആ ഒരു രജിസ്ട്രേഷൻ അവർ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് പിന്നെ കയ്യിൽ നിന്ന് പോയി, അപ്പം തന്നെ പോയി. പക്ഷെ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട്, ഇപ്പം കിട്ടും. ആദ്യത്തെ 1-2 ദിവസം എന്റെ ഹസ്ബൻഡും 2 അനിയന്മാരും അവിടെ ഉണ്ട്. അവരുടെ കൂടെ ലോറി ഓണറും വേറൊരു ഡ്രൈവറും ഉണ്ട്. ഇവരൊരു 4-5 പേരും, റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് ഒരു 10 പേരും. ഈ ഒരു 10-15 പേരല്ലാതെ ഇത്രയും ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് അധികം അവർ അയച്ചിരുന്ന വീഡിയോസിലൊന്നും ചില സമയത്ത് ആളുകളെ അല്ല. നമുക്ക് അവരുടെ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ അവരെ വിശ്വസിച്ച് പോയി. 1-2 ദിവസം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ നമ്മളും വിചാരിക്കുന്നില്ല അവൻ അവിടെ ഉണ്ടാവരുത്, മറ്റു വഴിക്ക് കൂടെ അവൻ രക്ഷപ്പെടണേ എന്നുള്ള ലാസ്റ്റ് പോസിബിലിറ്റിയാണ്. നമ്മൾ കാട്ട് കയറാന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ അവിടെ കുറച്ചുകൂടി നീക്കാനുള്ളൂ എന്ന് അവിടെയുള്ള അതോറിറ്റീസ് അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. കുറച്ചും കൂടി നീക്കാണ്ട്, ഇനി ഇച്ചിരി മീറ്ററും കൂടിയേ ഉള്ളൂ. അവരെ അങ്ങോട്ട് കയറ്റുന്നുമില്ല, ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ വിടുന്നുമില്ല. അവരെപ്പോഴും ആ വണ്ടിയിൽ ഇരുന്നിട്ട് അവരൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ കടന്നു വീഴുന്നുണ്ട്. എന്നിട്ട് അവർ റൂട്ട് മാറ്റി ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. 5 ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ആരും കാത്തു നിൽക്കാനില്ല. ഒരാളെ മിസ്സിംഗ് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ട്രക്കുകളും വണ്ടികളും അതിൽ ബോഡികളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ പുറത്തു വരണം. ഇല്ല MP-യോട് വന്നിരുന്നു. സാറ് വിളിച്ചിട്ടുണ്ട്, ഇന്നലെ വിളിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു, സാർ സുരേഷ് ഗോപി സാറ് വിളിച്ചപ്പോൾ സാർ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിലാണ് ബിലീഫ് ഉള്ളത്, അത് അവരുടെ ഒരു ഇടപെടൽ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ നേവി ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ സാറ് അവരേതായാലും പോയി നോക്കട്ടെ, അവിടെ എന്തിന്റെ ആവശ്യമാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, അർജുനെ കിട്ടുന്നവരെ അറ്റ്ലീസ്റ്റ് നിങ്ങളെ സപ്പോർട്ടെങ്കിലും ഞങ്ങളെ കൂടെ വേണം. ഇനി കിട്ടുന്നവരെ നിർത്തിവെക്കാൻ പാടില്ല, റെസ്ക്യൂ നിർത്തിവെക്കരുത്. അർജുന്റെ കുടുംബം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത്. പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കരസേന തന്നെ മുന്നിട്ടിറങ്ങണം. ആദ്യം ഉദ്യോഗസ്ഥരിൽ വിശ്വാസമർപ്പിച്ചു, എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകുവാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ്. അതിനുള്ള വളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട്, അതിനുള്ള അനുമതി നൽകണം. രക്ഷാപ്രവർത്തനം യാതൊരു കാരണവശാലും നിർത്തിവെക്കരുത്. മകന്റെ ജീവനിൽ ഇത് 5-ാം ദിവസമാണ്. മകന്റെ ജീവനിൽ പോലും ആശങ്കയുണ്ട് എന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും ഭാര്യയും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സൈന്യത്തെ ഇറക്കണം, രക്ഷാദൗത്യം യാതൊരു കാരണവശാലും നിർത്തിവെക്കരുത്. അർജുനെ കണ്ടെത്തുന്നതുവരെ രക്ഷാദൗത്യം തുടരണം. അവർക്ക് ഈ വോളണ്ടിയേഴ്സിന് ആവശ്യമായ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ അവരെയൊന്നും അതിന് അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ അർജുനെ കാണാതായപ്പോൾ അർജുൻ കാട്ടിലേക്ക് പോയി എന്നാണ് കാട്ടിലേക്ക് പോയി കയറിയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിമുഖത കാണിക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത്. പ്രധാനമന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് എല്ലാം കത്തുകൾ അയച്ചിട്ടുണ്ട് എന്നും കുടുംബം അറിയിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ പൊതുവേദിയുമായി മനു ഭരത് ചേരുകയാണ്.